അവസാന നാളുകളായി നമ്മൾ പ്രധാനമായിട്ട് കേൾക്കുന്ന ഒരു ചോദ്യമാണ് മാനേജ്മെൻറ്റിൻ്റെ കയ്യിൽ കാശില്ല എന്നുള്ളത്. മാനേജ്മെൻറ്റ് കയ്യിൽ കാശില്ല എന്നുള്ളത് മാനേജ്മെൻറ്റ് ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ രണ്ട് തരത്തിലുള്ള മാനേജ്മെൻറ്റിൻ്റെ ചർച്ചകളാണ് കേൾക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. സിവിൻസ് ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നമ്മുടെ പുതിയ മാനേജ്മെന്റിന്റെ തീരുമാനങ്ങൾ ശരിയോ തെറ്റോ എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഇടയ്ക്ക് രണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഒത്തുകൂടി കഴിഞ്ഞ മാനേജ്മെന്റിന്റെ തീരുമാനങ്ങൾ, അവരെന്ത് ചെയ്തു, അവർ ചെയ്ത തെറ്റുകൾ, അവർ ചെയ്ത കാര്യങ്ങളുടെ പോരായ്മകൾ, അല്ലെങ്കിൽ ഒരു പ്ലെയർ പോയാലോ ഒരു പ്ലെയർ വന്നാലോ ഉടനെ നമ്മളെല്ലാവരും മാനേജ്മെന്റ് കാര്യങ്ങളാണ് പറയുന്നത്. അതേപോലെ തന്നെ മാനേജ്മെന്റിനകത്ത് വരുന്ന മാറ്റം, പുതിയ ഇൻവെസ്റ്റേഴ്സ് വന്നോ അതോ പുതിയ CEO വന്നോ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നമ്മൾ നിരന്തരമായിട്ട് അതിനെ ഫോളോ ചെയ്ത് അതിന് മേൽ ചർച്ചകൾ നടത്തി നമ്മൾ എപ്പോഴും അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. പക്ഷേ എനിക്കൊരു സംശയമുണ്ട്, എന്താണ് യഥാർത്ഥത്തിൽ മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ എന്താണ് ഒരു ഫുട്ബോൾ മാനേജ്മെൻറ്റ് എന്നുള്ളത് ചിന്തിച്ചോ ചിന്തിക്കാതെയോ ഒക്കെ ആൾക്കാർ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം എന്താണ് ഒരു ഫുട്ബോൾ മാനേജ്മെൻറ്റ് എന്നൊരു വ്യക്തമായ ധാരണയില്ലാതെ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ഡിസ്കഷൻ നടത്തി കഴിഞ്ഞാൽ അതിലൊരു പ്രയോജനം ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി. അപ്പോൾ ആദ്യം ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള ഉദ്ദേശം തന്നെ അതാണ്. അതിൽ ഞാൻ ആദ്യം ഒരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങുകയാണ്. എന്തുകൊണ്ടാണ് ഫുട്ബോൾ മാനേജ്മെൻറ്റ് നമ്മൾ കൂടുതൽ അവരെക്കുറിച്ച് അല്ലെങ്കിൽ അതിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ കൂടുതൽ വാചാലനാകുന്നത് അല്ലെങ്കിൽ കൂടുതൽ ചിന്തിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിൽ പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലാക്കാം, നമ്മൾ മറ്റുള്ള എത്രയോ കമ്പനികൾ, എത്രയോ മാനേജ്മെൻറ്റ് നമ്മുടെ കൂട്ടത്തിലുണ്ട്. എന്തുകൊണ്ട് ഹിന്ദുസ്ഥാൻ ലിമിറ്റഡിലെ പുതിയ മാനേജ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ അറിയുന്നില്ല? എന്തുകൊണ്ട് TCSിനകത്ത് പുതിയൊരു CEO വന്നോ എന്ന് നമ്മൾ അറിയുന്നില്ല? നമ്മൾ അതിൽ ബോധേഡല്ല. ഈ ഹിന്ദുസ്ഥാൻ ലിമിറ്റഡും TCSും ഒക്കെ എല്ലാവർക്കും അറിയാത്തതാണെങ്കിൽ ഞാൻ മറ്റൊരു കാര്യം ചോദിച്ചു നോക്കാം. പെസ് കളിക്കുന്നവരാണ് മിക്കവരും. അപ്പോൾ ഈ പെസ്സിൻ്റെ ഡെവലപ്പേഴ്സ് കൊണാമി എന്ന ജപ്പാൻ കമ്പനിയാണ്. ഈ കമ്പനിയുടെ മാനേജ്മെൻറ്റിനെ കുറിച്ച് നിങ്ങൾ ബോധേഡാണോ? അല്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഫുട്ബോൾ ക്ലബിൻ്റെ മാനേജ്മെൻറ്റ് മാത്രം നമ്മൾ എത്ര ബോധേഡാകുന്നുള്ളതൊന്ന് മനസ്സിലാക്കണം. ഇനി രണ്ടാമത്തെ കാര്യം, എന്താണ് മാനേജ്മെൻറ്റ്, എന്താണ് ഫുട്ബോൾ ക്ലബ്ബ് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഇപ്പോൾ ഫുട്ബോൾ ക്ലബ്ബ് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്ന ഇമേജസ് എന്തൊക്കെയാണ്? പ്രത്യേകിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ആദ്യം വരുന്നത് നിറങ്ങി നിൽക്കുന്ന കാണികൾ, അതായത് ആ മഞ്ഞക്കടൽ, പിന്നെ ആ മത്സരത്തിൻ്റെ ഒരു ആവേശം, തലേ ദിവസം നമ്മൾ ഫാൻസുമായിട്ടൊക്കെ അടികൂടുന്നത്, സോഷ്യൽ മീഡിയയിലുള്ള പോസ്റ്റുകൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ കണക്റ്റഡ്. പക്ഷേ ഫുട്ബോളിന് മറ്റൊരു ലോകമുണ്ട്. ഫുട്ബോൾ എന്നൊരു ബിസിനസ് അല്ലെങ്കിൽ ഒരു മാനേജ്മെൻറ്റ് എന്നുള്ളൊരു സംഭവമുണ്ട്. അവർക്ക് ക്ലബിനകത്ത് നോക്കുമ്പോൾ ക്ലബ്ബുകളുടെ റിസോഴ്സ്, അതായത് അവരുടെ കളിക്കാർ, അവരുടെ മെയിൻ്റനൻസ് ടീം, ഫിസിക്കൽ ടീം, പിന്നെ അതേപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ, ഒരു സ്റ്റേഡിയം, അതിൻ്റെ ഓഫീസ്, അഡ്മിനിസ്ട്രേഷൻ ഓഫീസ്, കളിക്കാർക്ക് കൊടുക്കേണ്ട ശമ്പളം, പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ എക്സ്റ്റേണൽ ഇൻറ്റേർണൽ പാർട്ടീസ്, അതായത് ഒരു ഗവൺമെൻറ് ബോഡി ആകട്ടെ, സ്റ്റേഡിയം നിൽക്കുന്നതോ അല്ലെങ്കിൽ പ്രാക്ടീസിങ് ഫെസിലിറ്റീസ് നൽകുന്ന സ്ഥലങ്ങളിലെ ഗവൺമെൻറ് ബോഡീസുമായിട്ടുള്ള ബന്ധങ്ങൾ, അതേപോലെ തന്നെ AFFുമായിട്ടുള്ള ലൈസൻസിങ് ബന്ധങ്ങൾ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളാണ് ഒരു ഫുട്ബോൾ ക്ലബിന് യഥാർത്ഥത്തിലുള്ളത്. ഇനി ഒരു ഫുട്ബോൾ ക്ലബ്ബ് ഒരു ബിസിനസ് ആണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. നമ്മൾ ഈ ഫുട്ബോൾ ക്ലബിനെ എപ്പോഴും അതിനെ മാച്ചസും കാര്യങ്ങളും കളിക്കാരുമായിട്ട് മാത്രം റിലേറ്റ് ചെയ്താൽ പോരാ. ഫുട്ബോൾ ഈസ് എ ബിസിനസ് ആൾസോ. ഫുട്ബോൾ ക്ലബ്ബ് ഈസ് എ ബിസിനസ്. നമ്മളിപ്പോൾ ഒരു ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഒരിക്കലും ഒരു ഫുട്ബോൾ ക്ലബിനെ കൺസിഡർ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും എനിക്കൊരു കാര്യം പറയാം, കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബ്ബെ ജനിക്കത്തില്ലായിരുന്നു. കാരണം എന്താണ്? കേരള ബ്ലാസ്റ്റേഴ്സ് ജനിക്കാൻ കാരണം ISL ആണ്. ISL ജനിക്കാൻ കാരണം FSDL ആണ്. FSDL വരാൻ കാരണം റിലയൻസ് ആണ്. റിലയൻസ് ഇന്ത്യൻ മാർക്കറ്റിൽ ഫുട്ബോളിനും ഒരു മാർക്കറ്റ് ഉണ്ട് ഉള്ള ഒരു ആശയത്തിൽ പുറകിലാണ് ഇവർ എത്രയും പാടുപെട്ട് ലാഭം ഇപ്പം കിട്ടാത്തൊരു ക്യാഷിന് വേണ്ടി ഉള്ളതിനെല്ലാം ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് അവർ ഈ ഒരു ISL മാർക്കറ്റ് തന്നെ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ റിലയൻസ് അങ്ങനത്തെ ഒരു ISL മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബ് വന്നത് പോലും. കേരള സംസ്ഥാനത്ത് ഇതിനു മുമ്പ് അടച്ചുപൂട്ടിയ ക്ലബ്ബുകളുടെ കഥകളാണ് നമുക്ക് കൂടുതലും അറിയാവുന്നത്. ഇതെല്ലാം നമുക്ക് അടച്ചുപൂട്ടേണ്ടി വന്നതും ഇതേപോലുള്ള ബിസിനസ് നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ബിസിനസ്സും ഫുട്ബോളും രണ്ടും ഇൻ്റർ റിലേറ്റഡ് ആണ്. നല്ല രീതിയിൽ അവർ രണ്ടുപേരും ഒന്നിച്ച് നിന്നാൽ മാത്രമേ ഒരു ക്ലബ്ബോ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നമ്മൾ പ്രധാനമായിട്ട് കേൾക്കുന്ന ഒരു ചോദ്യമാണ് മാനേജ്മെൻറ്റിൻ്റെ കയ്യിൽ കാശില്ല എന്നുള്ളത്. അപ്പം നമ്മൾ അതിനെക്കുറിച്ച് ഒന്ന് തീരുമാനിച്ച് നോക്കാം. ആദ്യം മാനേജ്മെൻറ്റ് കയ്യിൽ കാശില്ല എന്നുള്ളത് മാനേജ്മെൻറ്റ് ആരാണെന്നാണെന്ന് നമ്മൾ പറയണം. ഇപ്പോൾ രണ്ട് തരത്തിലുള്ള മാനേജ്മെൻറ്റിൻ്റെ ചർച്ചകളാണ് കേൾക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തു നിന്ന് സെർബിയയിൽ നിന്ന് ഒരു മാനേജ്മെൻറ്റ് വരുന്നു എന്നുള്ളൊരു വാർത്തയാണ്. നമുക്കത് ഇതുവരെ ഒരു ഒഫീഷ്യൽ ആയിട്ടില്ല. അതിന് പുറകിൽ പല കഥകളും നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു വശം അവിടെ ഇരുന്നോട്ടെ. ഇനി സപ്പോസ് നമ്മൾ സെർബിയൻ മാനേജ്മെൻറ്റാണ് നമ്മുടെ ഇപ്പോഴത്തെ മാനേജ്മെൻറ്റ് എന്ന് കണക്കാക്കാം.
ഒരു സെർബിയൻ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പുറത്തുനിന്ന് വരുന്ന ഒരു മാനേജ്മെൻറ്റ് അവരുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു പഠനവും നടത്താതെ ഇൻവെസ്റ്റ് ചെയ്യുമെന്നാണ് നിങ്ങൾ കരുതുന്നത്. ഒരു ദിവസം അതിൻ്റെ സെർബിയനിലെ 2-3 മുതലാളിമാർ ഇന്നിങ്ങനെ വീഡിയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് എടുത്ത് നോക്കിയപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് 1 മില്യൺ ഫോളോവേഴ്സ് ഉണ്ടോ, എന്നാൽ ശരി നമുക്ക് വാങ്ങിക്കാം എന്ന് പറഞ്ഞ് ഒരു ദിവസം കൊണ്ട് തീരുമാനം എടുത്തായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമ്മൾ 1 രൂപയാണെങ്കിൽ പോലും അത് ചിലവാക്കുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കും ഇല്ലേ? അങ്ങനെയാണെങ്കിൽ 100 കോടികളുടെ കണക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മാനേജ്മെൻറ്റ് ഒന്നും ചിന്തിക്കാതെ കാശ് ഇൻവെസ്റ്റ് ചെയ്യാൻ വരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു ക്ലബ്ബ് അല്ലെങ്കിൽ ഒരു ഫോറിൻ ക്ലബ്ബോ അല്ലെങ്കിൽ എത്രയും ഫുട്ബോളിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് വരുമ്പോൾ അവർ തീർച്ചയായിട്ടും ആ ക്ലബിൻ്റെ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത്, കടങ്ങൾ, അതേപോലെ തന്നെ ഈ വയബിലിറ്റി എങ്ങനെയാണ് ഈ നമ്മൾ ഒരു മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് അത് സർവൈവ് ചെയ്യാൻ പറ്റുമോ, പിന്നെ അതേപോലെ തന്നെ ഇപ്പോഴത്തെ റിസോഴ്സ്, ഇപ്പോഴത്തെ അവരുടെ കളിക്കാരുടെ ചിലവുകൾ, അതേപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ, പിന്നെ അക്കാഡമിക്കിൻ്റെ സ്ട്രെങ്ത്, ഇങ്ങനെ പല ഫാക്ടേഴ്സൊക്കെ എല്ലാം കൂടി പഠനം നടത്തിയിട്ട് മാത്രമേ അവർ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു തീരുമാനം എടുക്കൂ. അല്ലാതെ എല്ലാം ഒരു ദിവസം കൊണ്ട് ഉണ്ടായി വരുന്നതല്ല ഇതൊന്നും. നമുക്ക് കുറച്ച് കാണികൾ കൂടുതലുണ്ടെന്ന് പറയേണ്ട ഒരിക്കലും ആരും ഇൻവെസ്റ്റ് ചെയ്യാൻ വരികയില്ല എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അങ്ങനെ രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവരിവിടെ വന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അവർ മാനേജ്മെൻറ്റ് ഏറ്റെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു നല്ലൊരു സൈനാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം നടന്നില്ലെങ്കിൽ നമുക്ക് ഇതുവരെ അറിയത്തില്ല. പക്ഷേ തീർച്ചയായിട്ടും അത് നടന്നു കഴിഞ്ഞാൽ ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്. അതിനെക്കുറിച്ച് ഒരു വീഡിയോ മാത്രം ചെയ്യാനായിട്ടുണ്ട്, പക്ഷേ അത് ഒഫീഷ്യലാകുമ്പോൾ നമ്മൾ ചെയ്യും. അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളുമാണ് ഞാൻ. ഇനി അത് നമ്മൾ വിടാം, അങ്ങനത്തെ ഒരു കേസേ ഇല്ല. ഇനി സെർബിയൻ മാനേജ്മെൻറ്റ് ഇല്ല, ഇപ്പോൾ ഉള്ള മാനേജ്മെൻറ്റ് തന്നെ തുടരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ മാനേജ്മെൻറ്റിനെ കുറിച്ച് സംസാരിക്കാം. ഈ ഇപ്പോൾ ഉള്ള മാനേജ്മെൻറ്റിൽ ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ടൊരു ഐഡിയ ഉണ്ടല്ലോ. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു കൺസോർഷ്യമാണ്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു സ്റ്റേക്ക് ഹോൾഡേഴ്സാണ്. ഒരു പ്രധാനപ്പെട്ട 3-5 സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഒന്നിച്ച് നടത്തുന്ന ഒരു രജിസ്ട്രേഷനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട സ്റ്റേക്സ് അല്ലെങ്കിൽ ഷെയറുകൾ ഉള്ളതെന്ന് പറഞ്ഞാൽ നിമകാദ പ്രസാദ് എന്ന് പറഞ്ഞാൽ ഹൈദരാബാദിലെ ഒരു പ്രശസ്ത കോടീശ്വരനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാർത്തകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നത് അദ്ദേഹം തീർച്ചയായിട്ടും ഒരു വലിയൊരു കോടിപതിയാണെന്നുള്ള കാര്യമാണ്. ഇനി മറ്റുള്ള ഒരു ഷെയർ ഹോൾഡർ നമ്മൾ നോക്കുകയെങ്കിൽ അല്ലു അരവിന്ദാണ്. അദ്ദേഹം നമുക്കറിയാം നമ്മുടെ അല്ലു അർജുൻ്റെ ഫാദറാണ്. അല്ലു അർജുന് മാത്രം ഒരു വർഷം 80 കോടിയുടെ വരുമാനമുള്ള ഒരു നടനാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ അച്ഛന് അപ്പോൾ നമുക്ക് ഊഹിക്കാം അദ്ദേഹത്തിൻ്റെ ഒരു എത്രമാത്രം വെറുത്ത് കിട്ടുമെന്ന്. ഇനി മറ്റൊരു ഷെയർ ഹോൾഡറാണ് നാഗാർജുന. അദ്ദേഹത്തിന് ഏകദേശം ഒരു വർഷം 850 കോടിയുടെ വരുമാനം അല്ലെങ്കിൽ മൊത്തത്തിൽ ഒരു 850 കോടിയുടെ അസറ്റുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇനി മറ്റൊരു ഷെയർ ഹോൾഡറാണ് ചിരഞ്ജീവി. അദ്ദേഹത്തിന് 1500 കോടികൾ കൂടുതൽ ആസ്തിയുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഈ കണക്കുകളെല്ലാം കൂടി നമ്മൾ കൂട്ടി നോക്കുമ്പോൾ ഇവരുടെയൊക്കെ വരുന്ന വരുമാനത്തിൻ്റെ 10% പോലും നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബിൽ നടത്താൻ വേണ്ട എന്നുള്ളതാണ്. അത്രയും ചെറിയ തുകയാണ് ഇപ്പോഴത്തെ മാനേജ്മെൻറ്റിന് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബ് എന്നുള്ളത് കാര്യം വ്യക്തമാണ്. അപ്പോൾ നമുക്ക് ഒരിക്കലും ഇപ്പോഴത്തെ മാനേജ്മെൻറ്റ് കയ്യിൽ കാശില്ല എന്നുള്ള ചോദ്യത്തിന് അപ്പോൾ ഒരു പ്രാധാന്യം ഇല്ലെന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലായി കാണും. പക്ഷെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്, എന്തിന് അവർ തങ്ങളുടെ കാശ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനമുള്ള സ്പോർട്സ് എന്ന് വെച്ചാൽ ഒറ്റ വാക്കിൽ ഏത് കൊച്ചുകുട്ടിയും പറയും അത് ക്രിക്കറ്റാണ്. അപ്പോൾ ആ ഒരു ക്രിക്കറ്റിൽ എത്രയും പോപ്പുലറായിട്ടുള്ളൊരു സ്പോർട്ടിൽ IPL ലീഗ് വന്നതാണ് ഇതിനെല്ലാം ഒരു വഴിത്തിരിവായത്. IPL പോലത്തെ ഒരു ലീഗിൽ ആദ്യമായിട്ട് ഒരു ക്ലബ്ബ് ബ്രേക്ക് ഈവൻ ആയത് 5 വർഷങ്ങൾക്ക് ശേഷമാണ്. അത് നേടിയ ക്ലബ്ബ് എന്ന് പറയുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ 5th ഇയറിലാണ് അവർ ബ്രേക്ക് ഈവൻ കഴിഞ്ഞത്. ബ്രേക്ക് ഈവൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 വർഷങ്ങൾക്ക് ശേഷമാണ് അവർക്ക് മുടക്കിയ ഒരു തുകയുടെ അത്രയും വരുമാനം കിട്ടിത്തുടങ്ങിയത്. അതായത് 5 വർഷത്തിന് ശേഷമാണ് അവർക്ക് ആദ്യത്തെ പ്രോഫിറ്റ് കിട്ടുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എങ്ങനെയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് അത് നേടിയെടുത്തതെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ 2013, 2014 2015 സീസണിലെയും ചാമ്പ്യൻസ് ആയിരുന്നു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. ചാമ്പ്യൻസ് ആയി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഗുണമുണ്ടാകും. അതെങ്ങനെയാണ്? കാരണം നമുക്ക് ട്രോഫീസ് കിട്ടുമ്പോൾ ഈ ക്ലബിനെ കുറിച്ച് കൂടുതൽ ഫോളോവേഴ്സ് അതിനെക്കുറിച്ച് സംസാരിക്കും. അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതുകൊണ്ട് സ്പോൺസർഷിപ്പുകാർക്ക് കൂടുതൽ ഇഷ്ടം വരും. സ്പോൺസർഷിപ്പുകാർക്ക് കൂടുതൽ ഇഷ്ടം വന്നു കഴിഞ്ഞാൽ കൂടുതൽ കാശ് വരും. ആ കാശിൽ നിന്ന് ബോണസുകൾ നമുക്ക് ഇവിടെ കളിക്കാർക്ക് കൊടുക്കാൻ പറ്റും. അത് കൂടുതൽ കളിക്കാരെ അട്രാക്റ്റ് ചെയ്യും. അത് കൂടുതൽ ഫാൻസിനെ അട്രാക്റ്റ് ചെയ്യും. അങ്ങനെ കസ്റ്റമേഴ്സിന് ഹാപ്പി ആവും. അങ്ങനെ എല്ലാവരും ഹാപ്പി ആകുന്ന ഒരു മൊമെൻ്റാണ് നമ്മൾ ചാമ്പ്യൻ ടീമിൽ നിന്ന് കഴിഞ്ഞാലുള്ള ഉപയോഗം. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം നോക്ക്. കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു കപ്പ് പോലും സ്വന്തം പേരിലില്ല എന്നുള്ളത് വസ്തുത നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇനി അതുകൂടാതെ തന്നെ ലാസ്റ്റ് 3 സീസണിലും പ്ലേ ഓഫ് പോലും എത്തപ്പെടാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എന്താണ് അതിൻ്റെ പ്രശ്നം? എന്താണ് അതിൻ്റെ റിസൾട്ട്?
സ്പോൺസർഷിപ്പ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. തീർച്ചയായിട്ടും മാനേജ്മെൻറ്റ് കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഓരോ സീസണിലും സ്പോൺസർഷിപ്പ് ലഭിക്കുന്നത്. അതുകൊണ്ട് മറ്റൊരു കാര്യം എന്താണ്, ബ്രോഡ്കാസ്റ്റിംഗ് റവന്യൂവും മാച്ച് ടിക്കറ്റും ഇങ്ങനത്തെ കാര്യങ്ങളും എല്ലാം കുറയും. എന്തായാലും ബ്രോഡ്കാസ്റ്റിംഗ് റവന്യൂ ISL ക്ലബിന് കിട്ടത്തില്ല, അത് മൊത്തം സ്റ്റാർ സ്പോർട്സിനാണ്. എങ്കിൽ പോലും ഈ ബ്രോഡ്കാസ്റ്റിംഗ് കുറയുമ്പോൾ സ്പോൺസർഷിപ്പിന് അത് വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്യും. മൊത്തത്തിലൊരു നഷ്ടമാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ഒരു ക്ലബിൻ്റെ ഗുഡ്വിൽ അതിൻ്റെ പ്രോഫിറ്റ് ജനറേഷന് വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് വരുത്താവുന്ന ഒന്നാണെന്ന് നമുക്കിപ്പോൾ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ചോദിക്കും, ഈ കാര്യങ്ങൾ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് നമ്മൾ എത്രയും കാണികൾ നിറഞ്ഞ കാണികളൊക്കെ വരുന്നുണ്ട്, നമ്മളെല്ലാം ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, വളരെ ഫാൻ ഫോളോയിങ് ഉണ്ട്, അപ്പോൾ ഈ കാശൊക്കെ എവിടെ പോകുന്നു എന്നുള്ളതായിരിക്കും കുറച്ച് വേറെ ചിന്ത. അത് നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഒരു ഫുട്ബോൾ ക്ലബ്ബിന് നമ്മളൊരു കേസ് സ്റ്റഡി ആയിട്ട് നമുക്ക് എടുക്കാം. ഞാൻ അതിന് സെലക്ട് ചെയ്തത് ബാർസലോണ ക്ലബ്ബാണ്. കാരണം മറ്റൊന്നുമല്ല, 2018-2019 കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ റവന്യൂ ഉള്ള ഒരു ടീമായിട്ടാണ് നമ്മുടെ ഡിലോയിറ്റ് സൈറ്റ്, അതായത് ഡിലോയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഈ അക്കൗണ്ടൻസി കണക്ക് കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. അപ്പോൾ അവരുടെ കണക്ക് പ്രകാരം ബാർസലോണയാണ് ഏറ്റവും കൂടുതൽ വരവ് കിട്ടുന്ന ഫുട്ബോൾ ക്ലബ്ബ് എന്നാണ് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ കണക്കിൽ. അപ്പോൾ നമ്മൾ ആ ഫുട്ബോൾ ക്ലബിൻ്റെ തന്നെ നോക്കാം, കാരണം ഏറ്റവും കൂടുതൽ വരവ് കിട്ടുന്നതാണെങ്കിൽ നമുക്ക് നോക്കണമല്ലോ എവിടെ നിന്നാണ് ഇത്രയും വരവ് എന്നുള്ളത്. അപ്പോൾ അവരുടെ ഡിലോയിറ്റിൻ്റെ കണക്ക് പറയാൻ 840 മില്യൺ യൂറോ ആണെങ്കിൽ, ഞാനിതിൽ എടുക്കുന്നത് ബാർസലോണ മാനേജ്മെൻറ്റ് സ്വയം പബ്ലിഷ് ചെയ്ത കഴിഞ്ഞ വർഷത്തെ വരവ് ചെലവ് കണക്കിൻ്റെ പബ്ലിഷ് ചെയ്ത കണക്ക് വെച്ചിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. 990 മില്യൺ യൂറോ ആണ് ബാർസലോണയുടെ വരവെന്നാണ് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതായത് ഏകദേശം 12 ഇന്ത്യൻ മണിയിൽ വരും. അത് എത്ര ആണെന്ന് നിങ്ങൾ തന്നെ കൂട്ടി കണക്കാക്കിക്കോ. 990 മില്യൺ യൂറോയിൽ 212 മില്യൺ 212 മില്യൺ അവർക്ക് ടിക്കറ്റിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. അതായത് 100%ത്തിൽ 21.4% അവർക്ക് കിട്ടുന്ന വരുമാനം ടിക്കറ്റിൽ നിന്നാണ്. ഇനി 30% അവർക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് മീഡിയയിൽ നിന്നാണ്. അതായത് ഈ ബ്രോഡ്കാസ്റ്റിംഗ് ചാനലുകാർ കൊടുക്കുന്ന കാശും അതിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരസ്യങ്ങളും കാര്യങ്ങളുമായിട്ടൊക്കെ കിട്ടുന്നതാണ് 298 മില്യൺ എന്ന് നമുക്ക് മനസ്സിലാവും. ഏറ്റവും കൂടുതൽ കിട്ടുന്നത് കമേഴ്ഷ്യലിൽ നിന്നാണ്. 32.8% ഇവർക്ക് കിട്ടുന്ന കമേഴ്ഷ്യലിൽ നിന്നാണ്. ഏകദേശം 325 മില്യൺ യൂറോ ആണ് ഇവർക്ക് അങ്ങനെ കിട്ടുന്നത്. പക്ഷേ ഈ കമേഴ്ഷ്യൽ എന്ന് പറയുന്നത് സത്യം പറയാം മറ്റുള്ള ക്ലബ്ബുകളിൽ നമുക്ക് ഈ കമേഴ്ഷ്യൽ വലിയ രീതിയിൽ കൂട്ടാനുള്ള വകുപ്പൊന്നുമില്ല. ഇവിടെ കമേഴ്ഷ്യൽ കിട്ടാനുള്ള വലിയൊരു കാരണം എന്താണെന്ന് പറയാം, മെസ്സിയുടെ സാന്നിധ്യമാണ്. കാരണം മെസ്സി, ഗ്രീസ്മാൻ, അതേപോലെ സുവാരസ് പോലെയുള്ള കളിക്കാർ ഇവരൊക്കെ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും പരസ്യ കമ്പനിയുമായിട്ടൊരു ധാരണ കിട്ടി അതിൽ നിന്നും കുറച്ച് കാശ് ക്ലബിനും പോകുന്ന രീതിയിലാണ് അവരുടെ കോൺട്രാക്റ്റും കാര്യങ്ങളും എല്ലാം. ഇതൊന്നും എല്ലാ ക്ലബിനും ആപ്ലിക്കബിൾ അല്ല. പ്രത്യേകിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് പോലെ ക്ലബിനൊന്നും ഇതൊന്നും ഈ വരവൊന്നും കിട്ടത്തില്ല. മറ്റുള്ള വരവുകളെല്ലാം കൂടി ഒരു 4% വരും. അപ്പോൾ നമുക്ക് മനസ്സിലായി കാണും ഇവർക്ക് ഏറ്റവും കൂടുതൽ കാശ് കിട്ടുന്നത് മീഡിയ അല്ലെങ്കിൽ കമേഴ്ഷ്യൽ ഉള്ള ഇതിൽ നിന്നാണ്. കമേഴ്ഷ്യൽ, മീഡിയ, അത് ടിക്കറ്റ്, ഇത് മൂന്നുമാണ് ഏറ്റവും കൂടുതൽ വരവ് കിട്ടാനുള്ള കാര്യം എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. കേരള ബ്ലാസ്റ്റേഴ്സിന് ഇതൊന്നുമില്ലേ, കാരണം മീഡിയ സ്റ്റാർ സ്പോർട്സിനാണ്. കമേഴ്ഷ്യലായിട്ട് വലിയ രീതിയിലൊന്നും കിട്ടത്തില്ല. കാരണം വലിയ രീതിയിലുള്ള കളിക്കാരെ കൊണ്ടുവന്നിട്ട് പോലും കപ്പ് കിട്ടാത്തതുകൊണ്ട് അതിൽ ആൾക്കാർക്ക് വലിയ ശ്രദ്ധയൊന്നുമില്ല. പിന്നെ ടിക്കറ്റിൻ്റെ കാര്യം അറിയാമല്ലോ, ആദ്യത്തെ 2-3 മത്സരങ്ങളിൽ കുറച്ച് കാശ് കിട്ടുമെന്നല്ലാതെ പിന്നെ സീസണിൻ്റെ അവസാനമൊക്കെ ആകുമ്പോൾ ആൾക്കാർ വരാതെ അങ്ങനെ ഇൻകം ഇല്ല. അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന് എവിടെ നിന്നാണ് ഇൻകം വരുന്നത്? ബാർസലോണയുടെ ചിലവുകൾ നമ്മൾ നോക്കാം. ബാർസലോണയുടെ കഴിഞ്ഞ വർഷത്തെ ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 973 മില്യനാണ് ബാർസലോണ ക്ലബ്ബ് പറയുന്നത്. അതായത് ഇവരുടെ 68.9% ചിലവ് വരുന്നത് ഇവർക്ക് സാലറി കൊടുത്തിട്ടാണ്. നിങ്ങൾ ആലോചിക്കണം, 68, ഏകദേശം 70% അവർക്ക് കാശ് പോകുന്നത് 671 മില്യനാണ് സാലറിക്ക് മാത്രമായിട്ട് അവർ കൊടുക്കുന്നത്. ഇനി അതേപോലെ അതൊരു നോൺ സ്പോർട്ടിങ് സാലറി ആയിട്ട് പോലും അവർക്ക് 51 മില്യൺ വേറെയും കൊടുക്കേണ്ടി വന്നു. അതായത് 5% വേറെ നോൺ സ്പോർട്ടിങ് സാലറി. അതായത് ഇവർക്ക് ഈ ബാർസലോണയ്ക്ക് ഈ ലൈസൻസിങ് കാര്യങ്ങളൊക്കെ നടപ്പാക്കാൻ വേറെ ഏജൻസിക്ക് കൊടുക്കേണ്ടതുണ്ട്. കാരണം അതിന് കുറേ ഡോക്യുമെൻ്റ് വർക്കുണ്ട്, അത് കൊടുക്കാൻ. പിന്നെ അതുപോലെ ലീഗലായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ സ്പെയിനിൽ നോക്കേണ്ടതുണ്ട്. ഇങ്ങനത്തെ ലീഗൽ കാര്യങ്ങളെന്നൊക്കെ പറയുന്നത് ഇതൊന്നും സ്പോർട്സിന് വേണ്ടി ചിലവാക്കുന്നത്, അത് അല്ലാത്തവർക്ക് വേണ്ടി കൊടുക്കുന്നത്. അങ്ങനെയുള്ളത് തന്നെ 5% ഉണ്ട്. പിന്നെന്ന് പറയുന്നത് ഒരു സീസണിൽ അത് മാനേജ് ചെയ്യാനുള്ള, അത് സ്റ്റേഡിയത്തിൻ്റെ പുതുക്കലോ എന്തെങ്കിലും അറ്റകുറ്റപ്പണികളോ പിന്നെ റിസോർട്സിന് വേണ്ടിയുള്ള പണികളോ ട്രെയിനിങ് പിച്ചോ അങ്ങനെയുള്ളതും എല്ലാം കൂടി ചേർത്ത് അങ്ങനെ ഒരു സീസണിൽ കഴിഞ്ഞ സീസണിൽ ചിലവാക്കി ഏകദേശം 20.5% 200 മില്യണോളം അങ്ങനെ ചിലവാക്കി. ഇനി ബാക്കിയുള്ള എല്ലാം കൂടി 5% അവർ ചിലവാക്കി. നമുക്ക് ഈ ബാർസലോണയുടെ പ്രോഫിറ്റ് നമുക്ക് നോക്കാം. ഈ ക്ലബ്ബ് പറയുന്ന പ്രകാരം അവർക്ക് ആകെ കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ കിട്ടിയ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 4.5 മില്യൺ യൂറോയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, 4.5 മില്യൺ യൂറോ. നമ്മൾ വരവ് എത്ര ആണെന്നാണ് പറഞ്ഞത്?
990 മില്യൺ. ചിലവ് എത്ര എന്ന് പറയുന്നത് 973 മില്യൺ. ഏകദേശം ടാക്സ് എല്ലാം കൂടി കഴിഞ്ഞിട്ട് ഒരു 4.5 മില്യൺ മാത്രമേ അവർക്ക് ലാഭമായിട്ട് കിട്ടുന്നുള്ളൂ. നമ്മൾ ഈ സംസാരിക്കുന്നത് ലോകത്തിലേക്കും ഏറ്റവും റവന്യൂ ഉള്ള ക്ലബ്ബാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ പിന്നെ ബാക്കിയുള്ള ക്ലബ്ബുകളുടെയൊക്കെ കാര്യം പറയണം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഈ ലോകത്ത് എവിടെ ആയാലും ഒരു ക്ലബ്ബും പ്രോഫിറ്റിന് വേണ്ടിയല്ല ഈ ക്ലബ്ബ് നടത്തുന്നതെന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. കാരണം ക്ലബ്ബ് പ്രോഫിറ്റിന് വേണ്ടി ഒന്നും അത്ര തക്കണമൊന്നും ലഭിക്കാൻ പോകുന്നില്ല. അപ്പോൾ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് പോലത്തെ ഒരു ക്ലബിൻ്റെ കാര്യം പിന്നെ പറയണം. നമ്മളപ്പോൾ ഏറ്റവും കൂടുതൽ സത്യത്തെ അതിശയിച്ച് പോകേണ്ടത് എങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എത്രയും നാൾ സർവൈവ് ചെയ്തതെന്നുള്ളതാണ് സത്യം. എങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് ഇതുവരെ നാൾ നീണ്ടു നിന്നത് എന്നുള്ളത് സത്യം തന്നെ വലിയൊരു അത്ഭുതമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മൾ മാനേജ്മെൻറ്റിനെ കുറ്റം പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. നിങ്ങൾക്കറിയാം, ബാർസലോണ ക്ലബിന് പോലും 68.9% സാലറിക്ക് വേണ്ടി ഒരു സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എവിടെയാണ് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതെന്ന്, നമ്മുടെ ചിലവ് നിയന്ത്രിക്കാൻ പറ്റുന്നതെന്ന് ഊഹിക്കാം. നമ്മുടെ ചിലവ് നിയന്ത്രിക്കാൻ പറ്റുന്ന ആകെ ഒറ്റൊരു കാര്യമേ ഉള്ളൂ, പ്ലെയേഴ്സിൻ്റെ ശമ്പളമാണ്. അതിൽ മാത്രമാണ് ക്ലബിൻ്റെ വരവ് ചിലവ് നമുക്ക് ഏതെങ്കിലും രീതിയിൽ നിയന്ത്രിച്ച് നമുക്കതിനെ കുറച്ചുകൂടെ വരവ് കൊണ്ടെത്തിക്കുന്ന രീതിയിലാക്കാൻ പറ്റുന്നത് ഈ പ്ലേയേഴ്സിൻ്റെ സാലറിയിൽ നിന്നാണെന്ന് മനസ്സിലാക്കണം. നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് എടുത്ത ചില തീരുമാനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാം. അതായത് ഒന്നാമത് ഏറ്റവും കൂടുതൽ വിമർശനം കിട്ടിയത് ടിറിയുടെ മൂവ് ആയിരുന്നു. നമ്മൾ ഒഫീഷ്യലായിട്ടില്ലെങ്കിൽ ഇവിടെ സീസൺ കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് നാളുകൾക്കകം തന്നെ ടിറി കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നുള്ളൊരു വലിയൊരു ന്യൂസ് എല്ലാ സ്ഥലത്തും പറയുന്ന ഒരു കാര്യമാണ്. ഒഫീഷ്യലായിട്ടില്ലായിട്ട് കൂടെ നമ്മളതെല്ലാം കൂടി മനസ്സിലങ്ങ് ഏറ്റുപിടിച്ചു. എന്തായാലും ടിറി വീണ്ടും വരുന്നില്ല എന്നുള്ളൊരു വാർത്തയും കേട്ടപ്പോൾ അതും വലിയൊരു വിവാദമായിട്ട് സൃഷ്ടിച്ചു. ഇനി നമ്മൾ അതിൽ നോക്കുകയാണെങ്കിൽ ടിറിയുടെ ഡീൽ അവർ ഉദ്ദേശിച്ചിരുന്നത് 3 വർഷത്തേക്കാണ്. ഏകദേശം 2 തൊട്ട് 5 കോടിക്കുള്ള ഒരു ഇടയിലുള്ള ഒരു സംഖ്യയിൽ 3 വർഷത്തേക്കാണ് കരാർ എഴുതിയിരിക്കുന്നത്. എങ്ങനെയാണ് അപ്പോൾ അവർ ചോദിച്ചു 40% സാലറി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിൽക്കാൻ താല്പര്യമുണ്ടോ എന്നാണ് ടിറിയോട് ചോദിച്ചത് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. 40% കുറച്ചിട്ടുള്ള കാര്യത്തിലേക്ക് എന്തുകൊണ്ടാണ് വന്നത്? നിങ്ങൾക്കറിയാം, ഭാവിയിൽ നമ്മൾ 3+1 റൂള് വരുവാണെങ്കിൽ എത്രയും എക്സ്പെൻസീവായിട്ടുള്ള ഒരു ഡിഫൻഡറിനെ ടീമിന് നിലനിർത്തുന്നത് വലിയൊരു നഷ്ടമാണ്. ഇത് കൂടാതെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ 3+1 റൂള് നടത്തുന്ന, അതായത് ഈ കമ്മിറ്റിയിൽ അസിസ്റ്റൻറ്റ് കോച്ച് ഇഫ്താഖ് അഹമ്മദും ഈ കമ്മിറ്റിയിലുള്ളത് കൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ഇങ്ങനത്തെ തീരുമാനം AFF ഉടനെ കൊണ്ടുവരുന്നുള്ള കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ധാരണയിൽ ഈ ഒരു കളിക്കാരെ നിലനിർത്തുന്നതിനോട് എന്താണ് കാര്യം എന്ന് നിങ്ങൾ ചിന്തിക്കണം. അതുകൊണ്ടാണ് ആ ഒരു മൂവിലേക്ക് പോയത്. അത് വലിയൊരു അത്ഭുതമൊന്നുമല്ല. ഇനി രണ്ടാമത് ഏറ്റവും കൂടുതൽ വിമർശനം കിട്ടിയത് ജിങ്കം പോയപ്പോഴാണ്. നമുക്ക് ജിങ്കം പോയതിൻ്റെ പല റീസൺസ് നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുക്കാം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2019 നമ്മൾ അദ്ദേഹത്തിന് 3 വർഷത്തെ കരാറാണ് കൊടുത്തത്. അതിൻ്റെ അർത്ഥം തന്നെ നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൽ അദ്ദേഹം തുടരണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ അദ്ദേഹത്തിന് 3.8 crore നിലനിർത്തിയാണ് നമ്മളൊരു കോൺട്രാക്റ്റ് പുതുക്കിയെന്ന് ഓർത്തണം. അതും അദ്ദേഹം പരുക്ക് നിന്നപ്പോലുള്ളതാണ്. 3-4 ഇന്ത്യൻ പ്ലേയേഴ്സിന് ആ സമയത്ത് വാങ്ങിക്കുക എന്നുള്ളത് നമ്മൾ കണക്കാക്കണം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ACL ഇഞ്ചുറി കഴിഞ്ഞിട്ട് വരുന്നത് ശരിക്കും ക്ലബ് മാനേജ്മെൻറ്റ് ചിന്തിച്ചിട്ടുണ്ടാകും. കാരണം നിങ്ങൾക്കറിയാം, ACL ഇഞ്ചുറി പല രീതിയിലുള്ള ഫുട്ബോൾ പ്ലേയേഴ്സിൻ്റെ കരിയർ തന്നെ വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്ത ഒരു തരത്തിലുള്ള ഒരു ഇഞ്ചുറിയാണ്. അപ്പം എന്തെങ്കിലും തരത്തിലുള്ള മെഡിക്കൽ റിപ്പോർട്ടോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ കൊണ്ടാണ് ക്ലബ് മാനേജ്മെൻറ്റ് ഡിസിഷൻ എടുത്തതെന്ന് നമുക്കറിയത്തില്ല. ക്ലബ് മാനേജ്മെൻറ്റ് ഒരിക്കലും അത് പറയുകയില്ല. അതാണ് ആ മാനേജ്മെൻറ്റിന് ജിങ്കനോടുള്ള സ്നേഹം എന്ന് നമ്മൾ വ്യക്തമാക്കണം. അപ്പോൾ ഈ കാര്യത്തിലൊരു വ്യക്തത നമുക്കിതില്ല. ഞാൻ അതിൻ്റെ ഒരു സാധ്യതകൾ മാത്രമാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്. അന്ന് നിങ്ങൾ രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിൻ ക്ലബ്ബാണ്. കാരണം മൂന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിൻ ക്ലബിലോട്ട് പോകുന്നു എന്നുള്ളൊരു വാർത്തയാണ്. അതിന് ഉള്ള സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ പറയുന്നു ഇദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റിൽ ഫോറിൻ ക്ലബിലുള്ള ട്രയലിന് പങ്കെടുക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നു. അപ്പോൾ ഏതെങ്കിലും സമയത്ത് ഒരു ഫോറിൻ ക്ലബ്ബ് ട്രയൽ വന്നു കഴിഞ്ഞാൽ പോകാൻ പറ്റും എന്നുള്ള രീതിയിലാണ് ഇദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് എഴുതിയിരുന്നത് എന്നാണ്. അപ്പോൾ അങ്ങനെ ട്രയൽ വന്നപ്പോഴാണ് ഇദ്ദേഹം പോകുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ഫുട്ബോൾ ട്രയൽ, ഒരു ക്ലബ്ബ് വലിയൊരു യൂറോപ്യൻ ക്ലബ്ബ് ട്രയലിന് പോവുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ജിങ്കന് അതാണ് ഏറ്റവും നല്ലത്. അദ്ദേഹത്തിൻ്റെ കരിയറിനായാലും അതേപോലെ ഇന്ത്യൻ ഫുട്ബോളിലും ഏറ്റവും മികച്ച ഒരു സംഭവമായിരിക്കും. അത് കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരുന്നതിനേക്കാളും ഗുണം അതുകൊണ്ട് ഇന്ത്യൻ ഫുട്ബോളിൽ വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. മറ്റൊരു കാര്യം ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന പറഞ്ഞാൽ ജിങ്കൻ ഒരു ബോൾ ഫോർവേഡിങ് സെൻറ്റർ ബാക്ക് അല്ല, കിബുവിൻ്റെ ടാക്ടിക്സിന് ഒതുങ്ങുന്ന ഒരു പ്ലെയർ അല്ല എന്നുള്ള ഒരു വാദമാണ്. പക്ഷേ ആ വാദത്തിനോട് എനിക്ക് ഒരു താല്പര്യമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇപ്പോൾ ഒരു ബോൾ ഫോർവേഡിങ് പ്ലേയേഴ്സിൻ്റെ ഒരു ബോൾ ഫോർവേഡിങ് സെൻറ്റർ ബാക്ക് അല്ല എന്നുള്ളതിനകത്ത് ചെറിയ ഒരു സത്യങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആ കാര്യം ടേബിളിൽ നമ്മൾ അത് കൺസിഡർ ചെയ്യാനേ പറ്റത്തില്ല. കാരണം എന്താണ്,
അദ്ദേഹം ഒരു ഇന്ത്യൻ താരമാണ്. ഒരു ഇന്ത്യൻ താരത്തിന് ഒരു സെൻട്രൽ ബാക്കിനെ നമുക്ക് കിട്ടുന്നത് വലിയൊരു അഡ്വാൻറ്റേജ്. കാരണം ഒരു ഫോറിൻ പ്ലെയർ പ്ലസ് ഒരു സെൻട്രൽ ബാക്ക് കോംബോയാണ് ISL ഏറ്റവും കൂടുതൽ മാനേജേഴ്സ് പ്രിഫർ ചെയ്യുന്നത്. കാരണം മറ്റൊന്നും അല്ല, ഫോറിൻ ഒരു അറ്റാക്കറിനെ നമുക്ക് ഫ്രണ്ടിൽ നിർത്താം എന്നുള്ളത് വലിയൊരു ഉപകാരം തന്നെയാണ്. അതേപോലെ തന്നെ 3+1 റൂൾ വരുമ്പോഴും ഒരു ഇന്ത്യൻ ഫോറിൻ ഈ കോംബോ, അതായത് ഒരു ഇന്ത്യൻ CP ഒരു ഫോറിൻ CP കോംബോ ആയിരിക്കും ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള കോംബോ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജിങ്കനെ ആ ഒരു കാരണം പറഞ്ഞ് ഒരു വാക്കുമെന്നുള്ളത് എനിക്ക് സംശയമുള്ള ഒരു കാര്യമാണ്. പിന്നെ ഏറ്റവും കൂടുതൽ കേട്ടത് സാമുവലിനെ വിട്ട് കളഞ്ഞതാണ്. സാമുവലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ഒരു AM ഉണ്ട്, നമ്മുടെ സാഹിൽ അബ്ദുൾ സമദ്. അതുകൂടാതെ തന്നെ ഒരു ഫോറിൻ AMനെ ഒരു സ്ട്രൈക്കർ, ഒരു സെക്കൻഡ് സ്ട്രൈക്കറിനെ പോലത്തെ ഒരു പ്ലെയറിനെ കൊണ്ടുവരാനുള്ള സാധ്യതയും വളരെ വലുതാണ്. ഇങ്ങനെയുള്ള സ്ഥലത്ത് സാമുവലിന് കളിക്കാനുള്ള സ്പേസ് എവിടെയാണ്? അത് നിങ്ങൾ ചിന്തിക്കണം. ഇനി അതുകൂടാതെ തന്നെ നമ്മളൊരു 21 വയസ്സുള്ള എത്രയും യൂത്തായിട്ടുള്ള നല്ല പൊട്ടൻഷ്യലുള്ള ഒരു പ്ലെയറിനെ ബെഞ്ചിലിരുത്തുക എന്ന് പറയുന്നത് സത്യം പറയുന്നത് സെൽഫിഷ്നെസ്സാണ്. അപ്പോൾ ആ ഒരു സെൽഫിഷ്നെസ്സിൻ്റെ പേരിൽ നമ്മൾ ഒരിക്കലും അദ്ദേഹത്തിനെ ഇവിടെ പിടിച്ചു നിർത്തുന്നുണ്ട് ഒരു കാര്യമില്ല. അതുകൂടാതെ തന്നെ അദ്ദേഹം പോയത് ഒഡീഷയിലാണ്. അപ്പോൾ ഒഡീഷയിൽ എന്ന് പറയാൻ അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ എല്ലാവിധ ഭാവങ്ങളും ഞാൻ നേരുന്നു. കൂടാതെ തന്നെ നമ്മൾ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഈ അടുത്ത് ചർച്ച ചെയ്യുന്നത് സ്റ്റേഡിയത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. നമ്മുടെ ഒരു ഹോം സ്റ്റേഡിയം കൊച്ചിയിൽ നിന്ന് മാറാനുള്ള സാധ്യത വളരെ വിരളമാണ്. മറ്റ് ചില പ്രീ സീസണിലും റിസർവ് ഗെയിംസിന് മാത്രമായിട്ടാണ് EMS സ്റ്റേഡിയം കൺസിഡർ ചെയ്യുന്നതെന്നുള്ള കാര്യം നിങ്ങൾ വിസ്മരിക്കരുത്. ഏതൊക്കെ കളിക്കാരാണ് ക്ലബ്ബിൽ തുടരുന്നത്, ഏതൊക്കെ കളിക്കാരാണ് പോകുന്നത്, ഇതൊക്കെ നിങ്ങൾ ഒരു സൈഡിൽ നിന്ന് ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോകണം. പക്ഷേ നമ്മൾ പ്രധാനമായിട്ടുള്ള നമ്മുടെ ക്ലബിനോടുള്ള സ്നേഹം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഒരു വികാരമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന വികാരം എങ്ങനെ ഉൾക്കൊണ്ടു എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. നമുക്ക് വർഷത്തിൽ 1-2 മത്സരങ്ങൾ മാത്രം ക്രിക്കറ്റിലൂടെയാണ് നമ്മൾ 19,000-60,000 വരുന്ന കാണികളോടൊപ്പം ഒരു മത്സരം കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ അതെല്ലാം മാറ്റിമറിച്ചത് കേരള ബ്ലാസ്റ്റേഴ്സ് വന്നതിന് ശേഷമാണ്. അവർ വന്നതിന് ശേഷം നമ്മൾ കൊച്ചിയിൽ ഒരു 6-7 മാസത്തിനുള്ളിൽ 10-11 മത്സരങ്ങളാണ് നമ്മളെല്ലാവരും കൂടി ഒന്നിച്ച് നിന്ന് ഒരേ ശബ്ദത്തിൽ നമ്മുടെ സ്വന്തം ടീമിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നത്. എല്ലാവരും ഒരേ സ്വരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് ആർത്ത് വിളിച്ച് നമ്മൾ ഒരു ക്ലബിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. ഗ്രൗണ്ടിൽ നിന്നാൽ മാത്രം കിട്ടുന്ന ഒരു ഫീലിംഗ്, ഗ്രൗണ്ടിൽ പോയി കളി കണ്ടാൽ മാത്രം കിട്ടുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. ആ ഫീലിംഗ് നേരിട്ട് അനുഭവിച്ചിറങ്ങിയ ആളാണ് ഞാൻ. അതുകൊണ്ടാണ് എനിക്ക് എത്രയും വ്യക്തമായിട്ട് പറയാൻ പറ്റുന്നത്. അങ്ങനത്തെ ഒരു ഫീലിംഗ് വേറെ എവിടെയും കിട്ടുന്നില്ല. അവരുടെ ഓരോ ഫൗളിനും നമ്മൾ ഓരോ മൂവ്സിന് വരെ നമ്മൾ അതിനകത്ത് അർത്ഥങ്ങൾ കാണും. നമ്മൾ ഒരു ഗോൾ വഴങ്ങിക്കഴിഞ്ഞാലുള്ള ഓരോ ശ്വാസത്തിൽ 60,000 പേരുടെ ശ്വാസത്തിന് ശബ്ദം പോലും കേൾക്കും. അത്രയും നിശബ്ദമാകും. അതേപോലെ തന്നെ ഒരു ഗോൾ ലഭിക്കുമ്പോൾ നമ്മൾ അത്രയും ആരവം, ആ കൊച്ചി നഗരം മൊത്തം നമ്മുടെ ആരവം കേൾക്കും എന്നുള്ളതാണ്. ഈ ഫീലിംഗ് മറ്റെവിടെയാണ് കിട്ടുന്നത്? ടിക്കറ്റ് എടുത്ത് നമ്മൾ ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്ത് കളിയുടെ സ്റ്റേഡിയത്തിൻ്റെ അകത്തോട്ടുള്ള കോറിഡോറിൽ 1, 2, 3, 4, 5 പ്രാവശ്യം കറങ്ങി ലാസ്റ്റ് നമ്മൾ കയറി ചെല്ലുമ്പോൾ ഉള്ള ഒരു പച്ചപ്പട്ടുള്ള ഒരു ടർഫ് കാണുമ്പോൾ ഒരു അനുഭൂതി ഉണ്ടല്ലോ, അത് വേറെ എവിടെയും കിട്ടത്തില്ല. അത്ര മനോഹരമാണ്. പ്രത്യേകിച്ച് മാച്ചിന് മുമ്പ് നമുക്ക് പോകുമ്പോൾ നമുക്ക് അത്ര മനോഹരമായിട്ട് തോന്നും. അത്രയും മനോഹരമായിട്ടൊരു ആംബിയൻസ് ആണ് കല്ലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ മഞ്ഞപ്പടയുടെ കൊട്ടാരം എന്നുള്ള ആ ഒരു വികാരം നമുക്ക് മറ്റൊന്നിൽ നിന്ന് കിട്ടത്തില്ല. കൂടാതെ തന്നെ നമ്മുടെ ഒപ്പണന്റ് ടീംസിന് ഫാൻസിന് മുമ്പിൽ നമ്മൾ ഓരോ വട്ടവും വെല്ലുവിളിച്ച് ഈ വട്ടം ഞങ്ങൾ തന്നെ വിജയിക്കും എന്ന് വാശിയോടെ അവരുടെ മുമ്പിൽ സംസാരിച്ച് പന്തായം വരെ വെച്ച് നമ്മൾ ഇവിടെ വന്നിട്ട് ഒരു ഗോൾ അടിക്കുന്ന, ആ ടീമിനെതിരെ ഒരു ഗോൾ അടിക്കുന്ന കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, അതിൽ നിന്ന് കിട്ടുന്ന ഒരു എനർജി ഇത് മറ്റൊന്നിന് നമുക്ക് കിട്ടത്തില്ല. 90 നിമിഷം വരെ നമ്മൾ ടെൻഷനോടെ കണ്ട് അവസാനം കിട്ടുന്ന ഒരു വിജയം, ആ വിജയമാണ് നമ്മുടെ ഫുട്ബോൾ ക്ലബ്ബിൽ നമ്മളൊരു ആരാധകൻ എന്നുള്ള ഏറ്റവും കൂടുതൽ നമ്മൾ ചെറിഷ് ചെയ്യേണ്ട ഒരു കാര്യം, ഏറ്റവും കൂടുതൽ നമ്മൾ സന്തോഷിക്കേണ്ട കാര്യം. ആ ഒരു ഫീലിംഗ് എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഈ വിജയങ്ങളുടെ ഒപ്പം കൂടി തന്നെ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഇതുവരെ നമ്മുടെ സ്വന്തം ടീം കപ്പ് ഉയർത്തുന്ന ഇതുവരെ കണ്ടിട്ടില്ല. ആ ഒരു സ്വപ്നം എത്രയും പെട്ടെന്ന് ഫലിക്കണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത്. ഈ വീഡിയോയുടെ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള വാർത്തകൾ അല്ലെങ്കിൽ വീഡിയോസിന് തൽക്കാലം ഒരു ഗ്യാപ്പ് ഇടുകയാണ്. നമ്മൾ മറ്റ് ഫുട്ബോൾ ടോപ്പിക്സുമായിട്ടായിരിക്കും ഇനി വരുന്നത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നന്ദി, നമസ്കാരം, സൈനിങ് ഓഫ്.